നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയാണേ, നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ ഉപ്പിച്ചില്ലാണേ. ഞാനിപ്പ പോകും പാത്തു പടവെട്ടാനേ, നിങ്ങൾ പോയി മജ്ജത്തായ അമ്മക്കാരാണേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താ വിഷയം എന്നല്ലേ? ഇത് രാവിലെ നമ്മുടെ ജാവിദ ടീച്ചറിന്റെ ഒരു പോസ്റ്റർ, അത് ഇബ്രാഹിം ലിങ്കന്റെ പേരിൽ. എന്താ ഇബ്രാഹിം ലിങ്കൻ പറഞ്ഞതറിയാം ഇസ്ലാമിനെ കുറിച്ച്? ഇസ്ലാം മതം ആ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ ബാഹുല്യം കാരണം, ജനാധിക്യം കാരണം ചികിത്സ കൊടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ഒരു ആധുനിക ലോകത്തിന്റെ നൊമ്പരങ്ങളായിരിക്കും ഇനി വരുന്ന നൂറ്റാണ്ടുകളുടെ രത്നച്ചുരുക്കം. ഈ ഭ്രാന്തന്മാരായ മുസ്ലിമീങ്ങളുടെ ആധിക്യം കൊണ്ട് ചികിത്സ പോലും കൃത്യമായി അവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി ആധുനിക യുഗത്തോട് താതാമ്യപ്പെട്ട് ജീവിക്കുന്നവരാക്കി മാറ്റാൻ പോലും കഴിയാത്ത ദുരന്തമായിരിക്കും ഈ ആധുനിക യുഗത്തിൽ മുസൽമാനെ കൊണ്ടെന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞു എന്നാണ് നമ്മുടെ ജാമിദ ടീച്ചർ പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യം ഓർത്തു പോയത്, ഇന്റർനെറ്റിന്റെ വരവോട് ഇസ്ലാമിന്റെ കഥ കഴിയുന്ന. അപ്പൊ ജാമിദ ടീച്ചർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ സി രവീന്ദ്രനൊക്കെ അറിയാമല്ലോ, പച്ച നുണ പറയുന്നല്ലേ. അപ്പൊ ഞാൻ നമ്മുടെ ജമിനി ചേച്ചിയുടെ ചോദിക്കാന്ന് വിചാരിച്ചു, ഈ പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ടോ, പറഞ്ഞതിൽ വലിയ സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി. എൻ്റെ പൊന്നോ, ജമിനി പോയാ? ഉണ്ട് ഇവിടെ ജമിനി ഉണ്ട്. അപ്പൊ ജമിനിയുടെ ചോദിക്കാം, ഈ സ്ക്രീൻഷോട്ട് സത്യമാണോ, ഇബ്രാഹിം ലിങ്കൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. മോനെ ഇബ്രാഹിം ലിങ്ക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുമണി എന്ന് പറയണം മോനെ. ചോദിച്ചേക്കാം, സെൻഡട്ടെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കട്ടെ. ജമിനി, ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ തന്നെയാണോ? ആണെങ്കിൽ ഇത് ഏത് റെഫറൻസിലാണ് കാണാൻ കഴിയുക? ഇല്ല, ഈ വാക്കുകൾ എബ്രഹാം ലിങ്കന്റേതാണെന്നതിന് വിശ്വസനീയമായ യാതൊരു തെളിവുകളുമില്ല. ഇത് പ്രചരിക്കുന്ന ഒരു വ്യാജ ഉദ്ധരണിയാണ്. പല വസ്തുതാ പരിശോധനാ സൈറ്റുകളും ഇത് നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എബ്രഹാം ലിങ്കനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ സഹായിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചോ മറ്റേതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ അറിയാം മുത്തേ, എന്റെ ജമിനി മുത്തേ, എനിക്കറിയാം. കള്ളിപ്പെണ്ണേ നുണച്ചിപ്പാറു എടി നാവിൻ തുമ്പിൽ നുണയുള്ളോളെ, നീയൊക്കെ ഇബ്ലീസിൻ സന്തതിയല്ലേ, നിന്നോട് ആരിഫിന് മുഹബത്തല്ലേ. രണ്ടാളും കൂടെ ചേർന്നിട്ട് നുണ പറഞ്ഞ് അങ്ങ് ഫിറ്റാക്കാന്നാ. നിന്നെയൊക്കെ ഓരോന്ന് ഏഴകീറുതെ ഇന്റർനെറ്റിനോട് പരിശോധിച്ച് പൊതുസമക്ഷത്തിൽ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തും. അപ്പൊ എങ്ങനെയുണ്ട്? ടെക്നോളജി ഉണ്ടാ ഇല്ലെങ്കിൽ പറയണേ. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കയ്യിൽ? ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. നിങ്ങളുടെ ടെക്നോളജി ഉണ്ടാ?